പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരിതെളിയും. ഇന്ത്യൻ സമയം രാത്രി 11:30-ക്കാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമാവുക. പാരീസ് ഒളിമ്പിക്സ് സവിശേഷതകൾ ഒറ്റ നോട്ടത്തിലറിയാം. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തേവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. സിറ്റി ഓഫ് ലൈറ്റ്, ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിന്റെ വിളിപ്പേര. ഇനിയുള്ള 17 ദിവസക്കാലം പാരീസിന്റെ പ്രഭാവലയത്തിലായിരിക്കും കായിക ലോകം. പാരീസ് നഗരം ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഇത് 3-ാം തവണ. 1900, 1924, ഇപ്പോൾ 2024. ലണ്ടന് ശേഷം 3 തവണ ഒളിമ്പിക്സിന് വേദിയാകുന്ന 2-ാം നഗരമാണ് പാരീസ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവായ ബാരൻ പിയറി ഡി കുബർട്ടിന്റെ ജന്മനാട്ടിൽ ഗെയിംസ് തിരിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 206 രാജ്യങ്ങളിൽ നിന്നായുള്ള 10,500 കായിക താരങ്ങളാണ് മഹാമേളയിൽ മാറ്റുരയ്ക്കുക. 1900-ൽ ഒളിമ്പിക്സിലെ വനിതാ പ്രാതിനിധ്യത്തിന് തുടക്കം കുറിച്ച പാരീസ് ഇത്തവണ ലിംഗസമത്വ ഒളിമ്പിക്സ് എന്ന പേരിലാണ് ചരിത്രം എഴുതുന്നത്. 50:50 എന്നതാണ് ഇത്തവണത്തെ സ്ത്രീ പുരുഷ അനുപാതം. സാങ്കേതിക ഉദ്യോഗസ്ഥരിലെ വനിതകളുടെ എണ്ണം 40% ഉയർത്തിയിട്ടുണ്ട് ഇത്തവണ. പാരീസ് നഗരത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള 16 വേദികളിലായാണ് മത്സരങ്ങൾ. സ്റ്റാഡെ ഡി ഫ്രാൻസ് ആണ് പ്രധാന വേദി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് വേദിയാവുന്ന റോളൻ ഗാരോസ് മുതൽ സെൻ നദിയിൽ വരെ മത്സരങ്ങൾ നടക്കും. 32 ഇനങ്ങളിലായി 329 മത്സരങ്ങൾ ഇത്തവണത്തെ ഒളിമ്പിക്സിൽ. ബ്രേക്ക് ഡാൻസ് ആണ് അരങ്ങേറ്റം കുറിക്കുന്ന മത്സര ഇനം. എന്നും പുതുമകളെ സ്വീകരിച്ച നഗരമാണ് പാരീസ്. ഒളിമ്പിക്സിലും അതിൽ മാറ്റമില്ല. ഒളിമ്പിക്സിന്റെ 128 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഉദ്ഘാടന ചടങ്ങുകൾ സ്റ്റേഡിയത്തിന് പുറത്തു നടക്കുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 3 ലക്ഷം പേരുടെ സാന്നിധ്യവുമായി കാണികളുടെ എണ്ണത്തിലും റെക്കോർഡിടും പാരീസ്. സെൻ നദിയാണ് ഉദ്ഘാടന ചടങ്ങിന്റെ പ്രധാന ആകർഷണം. നദിയിൽ ബോട്ടിൽ കയറിയായിരിക്കും താരങ്ങളുടെ മാർച്ച് പാസ്റ്റ്. ഇത്തവണയും ആരായിരിക്കും ഒളിമ്പിക് ദീപം തെളിയിക്കുക എന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. ഇന്ത്യൻ പ്രതീക്ഷകളുമായി 117 താരങ്ങളാണ് പാരീസിൽ മത്സരിക്കുന്നത്. 16 മത്സരങ്ങളിലാണ് ഇന്ത്യൻ പ്രാതിനിധ്യം. 7 മലയാളികളും ഇന്ത്യൻ സംഘത്തിലുണ്ട്.